ഒരു ചെറിയ ഗ്രാമത്തിലെ രമേശ് എന്ന കർഷകൻ ഭാര്യ സീതയോടും 5 വയസ്സുള്ള മകൾ മീനുവിനോടും ഒപ്പം താമസിച്ചിരുന്നു. അവരുടെ വീട്ടിൽ കരി എന്നൊരു കറുത്ത നായ ഉണ്ടായിരുന്നു. കരി വളരെ ശാന്തനായിരുന്നു. അനാവശ്യമായി ഒരിക്കലും കുരയ്ക്കില്ല. പക്ഷെ വീട്ടുകാർക്ക് എന്തെങ്കിലും അപകടം തോന്നിയാൽ മാത്രം അവൻ ഉറക്കെ കുരയ്ക്കും. അതുകൊണ്ട് എല്ലാവരും പറയായിരുന്നു, കരി കുറിച്ചാൽ എന്തെങ്കിലും കാരണമുണ്ടാവും. ഒരു രാത്രി രമേശും ഭാര്യയും മക്കളും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കരി പെട്ടെന്ന് എഴുന്നേറ്റു. വീടിന് ചുറ്റും നടന്നു. കാറ്റിൽ എന്തോ അസ്വാഭാവികമായ മണം. അവൻ വാതിലിനരികിൽ ഇരുന്നു. പക്ഷേ ആ രാത്രി അവൻ കുരച്ചില്ല. ശാന്തനായി പുറത്തേക്ക് നടന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ കരിയെ ആരും കണ്ടില്ല. ആദ്യ ദിവസം എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. രണ്ടാം ദിവസം വരും. മൂന്നാം ദിവസം മീനു കരഞ്ഞു തുടങ്ങി. എൻ്റെ കരിയെ കൊണ്ടുവാ. രമേശ് ഗ്രാമം മുഴുവൻ തെരഞ്ഞു. പക്ഷേ കരിയെ കണ്ടില്ല. 5 മാസം കഴിഞ്ഞു. ഒരു ദിവസം മീനു സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ റോഡരികിൽ ഒരു ക്ഷീണിച്ച നായ കിടക്കുന്നത് കണ്ടു. അത് കരിയായിരുന്നു. പക്ഷേ അവൻ്റെ ഒരു കാൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കഴുത്തിൽ പഴയ ഒരു ഇരുമ്പ് ചങ്ങലയുടെ പാടുകൾ. അവൻ ഓടാൻ പോലും കഴിയുന്നില്ല. മീനു അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കരിക്ക് ആരോഗ്യമായി. പക്ഷേ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. 5 മാസം എവിടെയായിരുന്നു? ഉത്തരം പറയാൻ കരിക്ക് കഴിയില്ല. ഒരു വൈകുന്നേരം ഗ്രാമത്തിലെ ഒരു വൃദ്ധൻ രമേശിനെ കാണാൻ വന്നു. നിന്റെ നായയെ ഞാൻ കണ്ടിരുന്നു. രമേശ് അത്ഭുതപ്പെട്ടു. എവിടെ? വൃദ്ധൻ പറഞ്ഞ കഥ കേട്ട് എല്ലാവരും കരഞ്ഞു. അന്ന് രാത്രി ഗ്രാമത്തിന് പുറത്തുള്ള കാട്ടുവഴിയിൽ ഒരു ലോറി അപകടത്തിൽപ്പെട്ടു. ഡ്രൈവർക്ക് പരിക്കേറ്റു. ആരുമില്ല. അപ്പോൾ കരി അവിടെ എത്തി. അവൻ ഗ്രാമത്തിലേക്ക് ഓടി ആളുകളെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അർദ്ധരാത്രി ആയതിനാൽ ആരും ശ്രദ്ധിച്ചില്ല. അവൻ വീണ്ടും അപകട സ്ഥലത്തേക്ക് മടങ്ങി. ഡ്രൈവറുടെ അടുത്ത് തന്നെ കിടന്നു. മഴ മുഴുവൻ അവൻ്റെ മേൽ വീഴാതിരിക്കാൻ സ്വന്തം ശരീരം മറയായി വെച്ചു. രാവിലെ ആളുകൾ എത്തുമ്പോഴും കരി അവിടെ നിന്ന് മാറിയിരുന്നില്ല. ഡ്രൈവറുടെ ജീവൻ രക്ഷപ്പെട്ടു. ഡ്രൈവർ കരിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ കരി ഭക്ഷണം പോലും കഴിക്കാതെ ദിവസങ്ങളോളം വീട്ടിലേക്ക് നോക്കിയിരുന്നു. അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒരു ദിവസം ചങ്ങല പൊട്ടിച്ച് 5 മാസം കഴിഞ്ഞ് അവൻ സ്വന്തം വീട്ടിലേക്ക് തിരികെ എത്തി. ആ കഥ കേട്ട് രമേശ് കരിയെ നെഞ്ചോട് ചേർത്ത് കരഞ്ഞു. നീ ഞങ്ങളെ വിട്ടുപോയതല്ല, മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനായിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം കരിക്ക് വയസ്സായി. കാഴ്ച മങ്ങി. നടക്കാൻ ബുദ്ധിമുട്ടായി. ഒരു രാത്രി മീനുവിൻ്റെ കട്ടിലിനരികിൽ കരി വന്ന് കിടന്നു. അവൾ ഉറക്കത്തിലായിരുന്നു. കരി പതുക്കെ അവളുടെ കൈ നക്കി. അവളുടെ മുഖത്തേക്ക് അവസാനമായി ഒന്ന് നോക്കി. പിന്നെ നിശബ്ദമായി കണ്ണുകൾ അടച്ചു. രാവിലെ മീനു എഴുന്നേറ്റപ്പോൾ കരി അനങ്ങുന്നില്ല. അവൾ കരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നീ കുരയ്ക്കാത്ത ആ രാത്രി ആരുടെയോ ജീവൻ രക്ഷിക്കാനായിരുന്നു അല്ലേ? ഗ്രാമത്തിൽ ഇന്നും ആളുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു നായയുടെ വിശ്വസ്തത ചിലപ്പോൾ ഒരു മനുഷ്യരുടെ നന്ദിയേക്കാൾ വലുതാണ്. സ്നേഹിക്കാൻ സംസാരിക്കേണ്ടതില്ല. ചിലപ്പോൾ ഒരു നായയുടെ നിശബ്ദത പോലും 1000 വാക്കുകളേക്കാൾ വലിയ കഥ പറയുന്നു. ഈ കഥയും എൻ്റെ ഇതിന് മുന്നുള്ള കഥകളൊക്കെ ഇഷ്ടപ്പെട്ട പോലെ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഇവരെക്കുറിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവരെ വെച്ചൊരു വീഡിയോ ഇടുകയെന്ന് വെച്ചാൽ ജന്മത്തിൽ നടക്കില്ല. കാരണം 3 പേരും 3 സ്വഭാവം. കാരണം ഒരുത്തനെ വിളിച്ചാൽ ഒരുത്തൻ ഓടും, ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റവന് ദേഷ്യം വരും. അതുകൊണ്ടാട്ടെ ഇങ്ങനെ കഥകൾ എറിഞ്ഞിട്ട് ഇവരെക്കുറിച്ചുള്ള വീഡിയോകളുടെ ഇവരെക്കുറിച്ച് അപ്പോൾ കാണുകയും ചെയ്യാമല്ലോ. അവരുടെ കുസൃതികൾ, ഇവരുടെ സ്നേഹങ്ങൾ, ഇവരുടെ കളികൾ എല്ലാം കാണാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു തോന്നിയ ഐഡിയ ഇട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് ഞങ്ങളിടുന്ന വീഡിയോ. നിങ്ങൾ കാണുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ആ വീഡിയോയിൽ കാണുന്നവരൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നിങ്ങളെ ചാനലിൻ്റെ വിജയം. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ റോമിക്കുട്ടനെയും എൻ്റെ റേംബോ മോനെയും എൻ്റെ റോക്കിക്കുട്ടിനെയും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ വീഡിയോ കാണുന്നതിന്, ഞങ്ങളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബായ്.